തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചതോടെ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗം കൊഴുപ്പിക്കാൻ കഴിഞ്ഞ കുറച്ചു കാലമായുള്ള പതിവ് പോലെ ഇക്കുറിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. കേരള സർക്കാരിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ മുഖ്യ ധനസ്രോതസ്സായ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്, വിദേശ നാണ്യ പരിപാലന നിയമം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾ എന്നിവ മറികടന്നതായി ആരോപിച്ചുള്ള കാരണം കാണിക്കൽ നോട്ടീസുമായാണ് ഇത്തവണ ഇഡിയുടെ രംഗപ്രവേശം. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി ടി.എം. തോമസ് ഐസക്, കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ.എം. എബ്രഹാം എന്നിവർക്ക് ലഭിച്ച ഇഡി നോട്ടീസ് മാധ്യമങ്ങളിൽ മുഖ്യ സ്ഥാനം പിടിക്കുകയും യു.ഡി.എഫ്, ബി.ജെ.പി പ്രതിപക്ഷ വൃത്തങ്ങൾ അത് കൊണ്ടാടുകയും ചെയ്യുക സ്വാഭാവികം. അതുതന്നെയാണ് ഇഡിയുടെയും അവരുടെ കഴുത്തിലെ ചങ്ങലയുടെ മറുതലയിലുള്ള മോഡി ഭരണകൂടത്തിന്റെയും ആത്യന്തിക ലക്ഷ്യമെന്ന അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിനു മുൻപ് 2020 തദ്ദേശ തിരഞ്ഞെടുപ്പ്, 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ്, തുടർന്ന് 2024 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളകളിലും സമാനമായ നാടകങ്ങൾ അരങ്ങേറിയിരുന്നു. അന്ന് സംഭവിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഇപ്പോഴുണ്ടാകുമെന്ന് നോട്ടീസിന്റെ ഉപജ്ഞാതാക്കൾ പോലും പ്രതീക്ഷിക്കുന്നില്ല. തങ്ങളുടെ യജമാനന്മാർക്കു വേണ്ടി വെള്ളം കലക്കുക എന്ന ദൗത്യത്തിലാണ് ഇഡി ഏർപ്പെട്ടിട്ടുള്ളത്. പ്രഥമ കുടുംബമടക്കം തങ്ങളുടെ നേതൃത്വം ഒന്നാകെ മോഡി ഭരണത്തിൽ ഇഡിയുടെയും ഇതര കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും നിരന്തര വിദ്രോഹങ്ങളുടെ ഇരകളാണെന്ന യാഥാർത്ഥ്യം മറന്നുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ബി.ജെ.പിക്കൊപ്പം മോഡി സർക്കാരിന്റെ ഈ പൊറാട്ടു നാടകത്തിന്റെ ആസ്വാദകരായി സ്വയം പരിഹാസ്യരായി മാറുന്നത്. ഇഡിയുടെ കാരണം കാണിക്കൽ നോട്ടീസ് എന്ന രാഷ്ട്രീയ പ്രഹസനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഇവിടെ കടക്കേണ്ടതില്ല. അതിന്റെ ആവർത്തന വിരസതയും അന്തസാര ശൂന്യതയും രാഷ്ട്രീയ തിമിരം ബാധിച്ചിട്ടില്ലാത്ത കേരളത്തിലെയും രാജ്യത്തെയും പൊതുസമൂഹം ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലും വിദേശ നാണയ നിയമങ്ങളുടെ ലംഘനവും തടയുന്നതിനു വേണ്ടിയുള്ള അന്വേഷണ പ്രതിരോധ സംവിധാനമാണ് ഭരണകൂട വിധേയത്വത്തിലൂടെയും കാര്യക്ഷമതാരാഹിത്യത്തിലൂടെയും പരിഹാസ്യമായി മാറിയത്. ഇഡിയെ നിയന്ത്രിക്കുന്ന ഭരണകൂടവും അതിന്റെ ചുമതല വഹിക്കുന്ന കേന്ദ്ര മന്ത്രാലയവും ഇക്കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വസ്തുതകൾ തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. മുൻ ബി.ജെ.പി നേതാവും എം.പിയും കേന്ദ്രമന്ത്രിയും ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ അസൻസോൾ മണ്ഡലത്തെ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്ന തൃണമൂൽ എം.പിയുമായ ശത്രുഘ്നൻ സിൻഹയുടെ ഒരു ചോദ്യത്തിന് യൂണിയൻ ധനമന്ത്രാലയത്തിലെ ഇളമുറ മന്ത്രി പങ്കജ് ചൗധരി നൽകിയ മറുപടി മേൽപ്പറഞ്ഞ വസ്തുതകളുടെ സ്വയം സംസാരിക്കുന്ന സാക്ഷ്യപത്രമാണ്. നരേന്ദ്രമോദി അധികാരത്തിലേറിയ 2014 ജൂൺ മുതൽ ഈ വർഷം ഒക്ടോബർ വരെയുള്ള 11 വർഷ കാലയളവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമമനുസരിച്ച് രജിസ്റ്റർ ചെയ്ത 6312 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത് കേവലം 120 മാത്രമാണ്. 2019 ശേഷം കുറ്റകൃത്യം തെളിയിക്കാനാവാതെ 93 കേസുകളിൽ അന്വേഷണം അവസാനിപ്പിക്കുകയുണ്ടായി. PMLA നിയമം നിലവിൽ വന്ന 2005 ജൂലൈ 1 മുതൽ 2019 ജൂലൈ 19 വരെ ആരോപണങ്ങൾ തെളിയിക്കാനാവാതെ അവസാനിപ്പിച്ച 1185 കേസുകൾക്ക് പുറമെയാണ് ഇത്. 2019 മുൻപ് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണം ഒരിക്കലും 200 കവിഞ്ഞിരുന്നില്ല. തുടർന്നങ്ങോട്ട് കേസുകളുടെ മലവെള്ളപ്പാച്ചിലിൽ തന്നെ ഉണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. മോഡി ഭരണത്തിൽ PMLA നിയമം 2019 ഭേദഗതി ചെയ്ത് കുറ്റാരോപിതർ തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കണമെന്ന കർക്കശ വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തി. രാഷ്ട്രീയ പ്രതിയോഗികളെ ലക്ഷ്യം വെച്ചുള്ള ഈ ഭേദഗതി 2022 സുപ്രീം കോടതി ശരിവച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ഒരു 3-അംഗ ബെഞ്ച് ഈ വിവാദ വ്യവസ്ഥ പുനഃപരിശോധിച്ചു വരികയാണ്. കേന്ദ്ര സർക്കാർ തന്നെ ലോക്സഭയിൽ നൽകിയ ഈ വിവരങ്ങൾ വിവാദ നിയമം ജനാധിപത്യ ഭരണനിർവഹണ തത്വങ്ങൾക്കും സ്വാഭാവിക നീതിക്കു തന്നെയും എത്രത്തോളം വിരുദ്ധവും പ്രതിലോമകരവുമാണെന്ന് വ്യക്തമാക്കുന്നു. കിഫ്ബി രാജ്യത്തെ നിയമങ്ങൾക്കും റിസർവ് ബാങ്കിന്റെ വ്യവസ്ഥകൾക്കും അനുമതിക്കും വിധേയമായി സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങൾക്കുള്ള ധനവിഭവ സമാഹരണത്തിനും അവയുടെ കാര്യക്ഷമമായ നടത്തിപ്പിനും വേണ്ടി ആവിഷ്കരിക്കപ്പെട്ട സംവിധാനമാണ്. ആ ദൗത്യം സ്തുത്യർഹമായി നിർവഹിക്കപ്പെടുന്നുവെന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിനാകെ അനുഭവവേദ്യവുമാണ്. ഇഡിയുടെ അന്വേഷണ നോട്ടീസ് പരമ്പര ഭീഷണികൾക്കോ കിഫ്ബിയോ അതിനെ നയിക്കുന്ന LDF സർക്കാരിനെയോ തടയാനാകില്ല. ബി.ജെ.പി സർക്കാരിന്റെ ഭീഷണികളെ അതിജീവിച്ച് മുന്നേറാനുള്ള രാഷ്ട്രീയ കരുത്തും ആർജവവും LDF സർക്കാരിനും കേരള ജനതയ്ക്കുമുണ്ട്. കഴിഞ്ഞ ഒരു ദശകമായി അധികാരത്തിന് പുറത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ പുറംപോക്കിൽ കഴിഞ്ഞുകൂടേണ്ടി വന്ന കോൺഗ്രസിന്റെ ഇച്ഛാഭംഗമാണ് ദേശീയ തലത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ അന്തകരായി മാറിയ ബി.ജെ.പിയുമായി ഇവിടെ കൈകോർക്കാൻ അവരെ നിർബന്ധിതരാക്കുന്നത്. അത് കേരളത്തിലെ അവശേഷിക്കുന്ന കോൺഗ്രസിന്റെ അന്യം നിൽക്കലിലേക്കായിരിക്കും അവരെ നയിക്കുകയെന്ന് വിവേകം നശിച്ചിട്ടില്ലാത്ത കോൺഗ്രസുകാർ തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുക.